നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള പല ഏജൻസികളും അല്ല പല ആൾക്കാരും പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളവിടെ ചെന്നാലുടനെ ഇഷ്ടം പോലെ ജോലിയുണ്ട്, ആ ജോലികളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്, വിദേശത്തൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതൽ, മാത്രമല്ല അവിടെ ഉള്ളവരൊന്നും പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികളൊന്നും അവർ ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ ആ ജോലികൾ വൈറ്റ് കോളർ ജോബുകളൊക്കെ ഒഴിഞ്ഞു തന്നെ കിടക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ഏജൻസികളും പല ആൾക്കാരും വിദേശത്തേക്ക് വിടുന്നത്. എന്നാൽ ഈ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് പല ആൾക്കാരും വിദേശത്ത് പോകുന്നതും. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് അവരവിടെ കാണുന്നത്. ഈ അടുത്ത സമയത്ത് കാനഡയിലുള്ള മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിൽ ഒരു സംപ്രേഷണം ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് 5 പേരെ മാത്രം ആവശ്യമുള്ള ഒരു ജോബ് വേക്കൻസിക്ക് വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്നത് 500,000 പേരാണ്. ഒരു ഇന്ത്യൻ ലേഡിയാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. മാത്രമല്ല ആ വീഡിയോ വൈറലാവുകയും ചെയ്തു. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സത്യമുണ്ടോ? ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ജോബ് ഫെയർ ഉണ്ടായത് മറ്റെങ്ങുമല്ല, കാനഡയിൽ തന്നെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലെ വാങ്കോവർ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. വെറും 5 പേരുടെ ആവശ്യം മാത്രമുള്ള ഒരു ജോബ് ഫെയറിലേക്കാണ് ഏകദേശം ഒരു 500,000 പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നത്. ഒരു വലിയ ലൈനാണ് അവിടെ ഉണ്ടായത്. 8-10 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് അവരെല്ലാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. മാത്രമല്ല അതിൽ നിന്ന് ഇൻ്റർവ്യൂ സെലക്ട് ആയത് വെറും 5 പേര് മാത്രമാണ്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. Canada was a country once seen as the ultimate destination for Indians to move abroad. Now hundreds of immigrants seem to be standing in long queues for just 5 jobs. This is a video shot by an Indian woman living in Canada, which has now gone viral, in which she shows the long queue outside a job fair venue in Toronto. In fact, she says this whole queue is for an intern level job and not even a high profile position. गाइस, हमारे जितने भी इंडियन रिश्तेदारों को लगता है ना कि कनाडा में तो बहुत जॉब्स हैं, बहुत पैसे हैं और हम बस उन्हें झूठ बोलते रहते हैं. हम उन्हें नहीं चाहते कि वो अमीर बन जाए, हम खुद अमीर बनना चाहते हैं. बस उनको ये वीडियो दिखा देना. ये देखो यहाँ पे जॉब फेयर लगा हुआ है और अभी मैं तुम्हें लाइन दिखाती हूँ कितनी लंबी लगी हुई है. मतलब चलते रहो चलते रहो चलते रहो बहुत दूर तक, मतलब जहाँ तक तुम देख पा रहे हो ना वहाँ तक लोग लाइन में खड़े हुए हैं. और ये बहुत ही एक छोटी सी इंटर्न लेवल की जॉब है. ऐसा नहीं कि तुम गूगल या एप्पल में कोई बहुत बड़े इंजीनियर बन रहे हो, बिल्कुल बहुत नॉर्मल सी जॉब है. और उसके लिए लाइन में देखो कितने लोग खड़े हुए हैं. तो गाइज यही रियलिटी है कनाडा की. अगर तुम इस चीज़ के लिए प्रिपेयर्ड हो तो ही इंडिया से यहाँ पर आओ, अदरवाइज इंडिया ही बढ़िया है. देखो तुम अभी चलते रहो चलते रहो चलते रहो, लाइन देखो तुम कितनी लंबी है. दूर दूर तक तुम लोगों को बस खड़े हुए देखोगे एक छोटी सी जॉब के लिए. और ये हायर सिर्फ 5-6 लोगों को करना है इन लोगों ने. और पर लाइन में देखो तुम कितने लोग खड़े हुए हैं. और ये सुबह से खड़े हुए हैं ये लोग. आधे देखो यहाँ पे बैठ गए हैं. ऐसा नहीं कि खाली लाइन में खड़े हुए हैं, इधर साइड में बैठे भी हुए हैं लोग. तो मतलब इतने ज़्यादा लोग सिर्फ एक जॉब के लिए खड़े हुए हैं. ഇത് കാനഡയിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഏതൊരു വിദേശ രാജ്യത്ത് ഇപ്പോൾ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വൈറ്റ് കോളർ ജോബിന് വേണ്ടി ഏതെങ്കിലും ഒരു ജോബ് പോസ്റ്റിംഗ് വെക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 5 പേരെയോ 10 പേരെയോ ഇതുള്ള ഒരു ജോബിന് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ വിളിക്കുകയാണെങ്കിൽ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരു 1000-2000 പേരൊക്കെയാണ് എന്നുള്ളത്. ഈവൻ നമ്മൾ റീസെൻ്റായിട്ട് ഇന്ത്യയിലും ഇങ്ങനത്തെ ഒരു ജോബിൻ്റെ ഒരു ഫെയർ നടന്നപ്പോൾ ഇത്രയധികം ആൾക്കാർ കണ്ടു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ ലോകത്തൊരിടത്ത് പോലും പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലൊന്നും വൈറ്റ് കോളർ ജോബിനൊന്നും ഇന്നത്തെ കാലത്ത് അത്ര വലിയ ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ്. ഒരു കാലത്തുണ്ടായിരുന്നു. 80s-ലും 70s-ലൊക്കെ പല വിദേശ രാജ്യത്തേക്കും പലരും വൈറ്റ് കോളർ ജോബ് ചെയ്യാനൊക്കെ പോവുകയും അന്ന് അവർക്കൊക്കെ ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് അന്ന് ഇന്നത്തെ കൂട്ടെ അധികം ആൾക്കാർ വൈറ്റ് കോളർ ജോബിന് വേണ്ടി ഹയർ സ്റ്റഡീസ് ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ സമയത്ത് പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസൊക്കെ നേടിയവർക്ക് അവർക്ക് അതിൻ്റേതായ ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നു. 80s-ലൊക്കെ എഞ്ചിനീയറായിട്ട് പോയിട്ടുള്ള പല ആൾക്കാർക്കും വിദേശത്തൊക്കെ വലിയ രീതിയിലുള്ള ജോലി കിട്ടുകയും നല്ല ശമ്പളം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്തു. 2000-2010-ലൊക്കെ അതിൻ്റെ തോത് കുറഞ്ഞെങ്കിലും അന്നും ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2015-നും 2020-നൊക്കെ ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ലോകത്ത് മുഴുവൻ പല വിദേശ രാജ്യത്തും അവിടെയുള്ള നേറ്റീവായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യൻസ് ആയിട്ട് പോയിട്ടുള്ളവർ 2nd ജനറേഷനും 3rd ജനറേഷനും ഒക്കെ അവരും നല്ലതായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങി. മാത്രമല്ല ഇങ്ങനെ പല ജോലികളും പ്രത്യേകിച്ച് US-ഉം കാനഡയും പോലത്തെ വിദേശ രാജ്യത്തൊക്കെ പല ഇന്ത്യൻസും വൈറ്റ് കോളർ ജോബൊക്കെ നേടുന്ന കണ്ടിട്ട് പല വൈറ്റ്സ് ആൾക്കാരും നേറ്റീവായിട്ടുള്ളവരൊക്കെ അവരും പഠിക്കാനും അവരുടെ മക്കളെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. അത് കാരണം അതിന് ശേഷം പിന്നുണ്ടായത് അവരുടെ മക്കളൊക്കെ പഠിച്ചത് കാരണം വലിയൊരു രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും അതിനുശേഷം പിന്നെ 2015-ലും 2020-നും ഒക്കെ ശേഷം ഇന്ത്യയിൽ നിന്ന് പല ആൾക്കാരും വൈറ്റ് കോളർ ജോബ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഒരു വലിയൊരു കോമ്പറ്റീഷനാണ് അവർ നേരിടേണ്ടതായിട്ട് വന്നത്. നമുക്കൊരു നിമിഷം ആ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലോട്ടൊന്ന് പോയി
പോയി നോക്കാം. മിഡിൽ ഈസ്റ്റിലും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻസ് ആയിരുന്നു പല മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും അവരൊക്കെ നല്ല ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും സൗദിയിലും അല്ലെങ്കിൽ ദുബായ് പോലത്തെ രാജ്യത്തൊക്കെ അവിടെയുള്ള നേറ്റീവ്സ് ആയിട്ടുള്ള അറബികൾ അവരൊന്നും പഠിക്കുകയോ അല്ലെങ്കിൽ അവരൊന്നും കൃത്യമായിട്ട് ജോലി ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത കാരണം നല്ല ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻസ് ആയിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾക്കെല്ലാം കണ്ടാണ് അവിടെ സ്വദേശീവൽക്കരണം വരികയും അതിനുശേഷം അവിടെയുള്ള അറബികളൊക്കെ പഠിക്കുകയും അവരൊക്കെ ജോലികൾ നേടുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യക്കാർ കൂട്ടത്തോടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിന്നൊക്കെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയൊക്കെ ചെയ്തത്. ഈ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വദേശീവൽക്കരണം എന്നൊന്നും ഇവിടെ വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോമ്പറ്റീഷൻ നല്ലതായിട്ട് കൂടി എന്നുള്ളതാണ്. ഇവിടെ വേർതിരിവൊന്നുമില്ല. ഇവിടെ ഒരു കനേഡിയനാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാളാണോ എന്നൊരു വേർതിരിവൊന്നും ഈ രാജ്യങ്ങളിലൊന്നും കാണിക്കാറില്ല. പക്ഷേ അവിടെയും പ്രശ്നം വരുന്നത് അവിടെ നേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഹയർ എഡ്യൂക്കേഷനൊക്കെ കിട്ടുന്നതിൻ്റെ കൂടെ അവരുടെ ഇംഗ്ലീഷ് നല്ല ഇമ്പ്രൂവ് ആവുകയും അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലൊരു ഫ്ലുവൻസിയൊക്കെ ഉള്ളത് കാരണം പല ജോലികളും കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ നേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് നല്ലതായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ത്യൻസിന് കിട്ടാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ ഒരു വലിയൊരു തോത് ഇന്ത്യക്കാർ കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അത് ഈക്വലായപ്പോൾ അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇവിടെയുള്ള കനേഡിയൻസിനും അല്ലെങ്കിൽ US-ലുള്ള ആൾക്കാർക്കൊക്കെയാണ്. ഇതിൻ്റെ ഒരു മെയിൻ കാര്യമെന്ന് പറയുന്നത് വിദേശത്തേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന പല ഏജൻസികളും അവർ പല കള്ളങ്ങളും പറയുന്നു എന്നുള്ളതാണ്. കാരണം വിദേശത്തേക്ക് പോകുന്ന ഏതൊരാളോടും ഒരു ഏജൻസി ആദ്യം തന്നെ പറയുന്നത് നിങ്ങളവിടെ ചെന്നിട്ട് വേണം ആ രാജ്യത്തെ നിന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ നിങ്ങളവിടെ ചെല്ലുന്ന നിങ്ങളുടെ നല്ല ജോലി ഉള്ളത് കാരണം അല്ലെങ്കിൽ ഇത്ര എഡ്യൂക്കേഷനൊക്കെ ഉള്ളത് കാരണം നിങ്ങൾക്ക് അവിടെ എത്തിയാൽ തന്നെ പിറ്റേ ദിവസം ജോലി കിട്ടും എന്നൊക്കെയാണ്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇവിടെ വന്നിട്ടുള്ള പല ആൾക്കാർക്കും അറിയാം. കാനഡയിലൊക്കെ ആദ്യം പോകുന്നവർ ആദ്യം തന്നെ അന്വേഷിക്കുന്നത് കാനഡയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോലി ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് അത് ഏതായിരിക്കും, കാനഡ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡോ USA അങ്ങനത്തെ UK അങ്ങനത്തെ ഏതൊരു വിദേശ വെസ്റ്റേൺ കൺട്രീസിലായിക്കോട്ടെ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ബ്ലൂ കോളർ ജോബുകൾക്കാണ് എന്നുള്ളതാണ്. ബ്ലൂ കോളർ ജോബുകൾ എന്ന് പറയുമ്പോൾ അത് പ്ലംബിങ്, ഇലക്ട്രീഷ്യന്, AC മെക്കാനിക്ക് അങ്ങനത്തെ പലതരം ജോലികൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. കാരണം പല ആൾക്കാരും വൈറ്റ് കോളർ ജോബുകളൊക്കെ പഠിക്കുന്നതിന് കാരണം ഒരു സൊസൈറ്റിയിൽ ഒരു നല്ല വില കിട്ടും അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാറ്റസ് കിട്ടുമെന്നൊക്കെ കണ്ടിട്ടാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആൾക്കാർ വളരെയധികം കൂടിയത് കാരണം അതിനുള്ള ജോലികൾ കിട്ടാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറയുകയും എന്നാൽ ബ്ലൂ കോളർ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം പൈസ ശമ്പളം കൂടുതൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഇതിന് ഉദാഹരണം നമ്മളെങ്ങും പോകേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അങ്ങനത്തെ ബ്ലൂ കോളർ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ശമ്പളം ബാക്കിയുള്ള ജോലികൾക്കാളും ശമ്പളം ഉണ്ട് എന്നുള്ളത്. ഈ അടുത്ത സമയത്ത് നമ്മളൊരു വക്കീലിൻ്റെ ഒരു കേസ് നമ്മൾ ന്യൂസിൽ കാണുകയും അവരുടെ ശമ്പളം എത്ര എന്ന് ന്യൂസിൽ കൂടെ അവർ പറയുകയൊക്കെ ചെയ്തതാണ്. ഇത് തന്നെയാണ് പല വിദേശ രാജ്യത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെയുള്ള വൈറ്റ് കോളർ ജോബുകൾക്ക് ഡിമാൻഡ് വളരെയധികം കുറയുകയും എന്നാൽ ബ്ലൂ കോളർ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ശമ്പളം വളരെ കൂടുതൽ നൽകുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈ ബ്ലൂ കോളർ ജോലികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ചുമ്മാതെ എന്തെങ്കിലും ഒരു തുക്കടായിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്താൽ ഉടനെ ആ ജോലി കയറാൻ പറ്റും എന്ന് വിചാരിക്കരുത്. And they are weaponizing it and they're using it to get people who are not needed in this society. Canada needs, let's say Canada needs plumbers, electricians. We have a shortage of tradesmen in Canada, but we don't get them. All we get is like a bunch of people who can at best be Uber drivers or Uber Eats or just work as a cashier somewhere. That's not the kind of skill Canada needs right now. ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവാം, നാട്ടിലൊരു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ ഒരു പ്ലംബറോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും എന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് വിദേശ രാജ്യങ്ങളൊക്കെ ഒരു പ്ലംബിംഗ് ആയിക്കോട്ടെ, ഒരു ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു കോഴ്സുകൾ പഠിക്കുന്നത് നോർമലായിട്ട് ഒരു കോളേജിൽ പോയി ഒരു 3 ഇയറോ അല്ലെങ്കിൽ 5 ഇയറോ പഠിച്ചിട്ടാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ പഠിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഒരു നോർമലായിട്ട് ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് അവിടെ ഒരു 5 വർഷത്തോളം പഠിച്ചാൽ മാത്രമേ ഇതിന് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിന് നോർമലായിട്ട് നമ്മൾ ഉള്ള രീതിയിൽ എക്സാമും അതിൻ്റെ പ്രാക്ടിക്കലും എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള കോഴ്സിനേക്കാളും ഇതിനാകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിന് ശമ്പളം കിട്ടും എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതൊക്കെ
ഒരു എവിടെയെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലോ ആണ് അവർ ജോലിയുടെ കൂടാണ് ഈ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്റ്റൈപ്പൻ്റായിട്ട് ഒരു നല്ല എമൗണ്ട് ആ ഫസ്റ്റ് ഇയർ തൊട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, നാട്ടിൽ ഒരു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ പ്ലംബറോ ഒക്കെ പഠിക്കുന്നത് ഒരു ഡിപ്ലോമ പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളുടെ കൂടെ നിന്നൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. എന്നാൽ അതിനൊന്നും ഒരു വാലിഡായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അത് വിദേശ രാജ്യത്ത് അത് വാലിഡും അല്ല. നാട്ടിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് വിദേശത്തേക്ക് വന്നാൽ ഇവിടെ ജോലി കിട്ടത്തില്ല. അതിന് വ്യക്തമായിട്ട് ഒരു അംഗീകൃത ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് അവിടെ നിന്നുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജോലി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അങ്ങനത്തെ ജോലികൾക്ക് നല്ല ഡിമാൻഡ് ഉള്ളത്. ഞാൻ ഈ പറയുമ്പോൾ വൈറ്റ് കോളർ ജോബിനെ അപ്പാടെ അങ്ങ് അവഗണിക്കുക എന്ന് ഒരിക്കലും വിചാരിക്കരുത്. വൈറ്റ് കോളറിന് എന്നും ഡിമാൻഡ് ഉണ്ടാവും. അതിന് പക്ഷേ പ്രത്യേകമായിട്ട് കുറച്ച് കാറ്റഗറിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡൊക്കെ ഉള്ളത് കാർഡിയോളജിസ്റ്റും അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റീസ് ഉള്ള ഡോക്ടേഴ്സിന് എന്നും വിദേശ രാജ്യത്ത് ഡിമാൻഡ് ഉണ്ടാവും. പക്ഷേ ആലോചിക്കണം, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഡോക്ടർ ആവാനൊക്കെ ഒരു 15 വർഷമോ ഒക്കെ വേണം അവരുടെ പഠിത്തം എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഡിഗ്രി മാസ്റ്റേഴ്സും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം അത്രയും സമയം എടുക്കും. അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത് നേഴ്സുമാർക്കാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇന്ത്യയിലൊക്കെയുള്ള വളരെയധികം നേഴ്സുമാരാണ് പല വിദേശ രാജ്യത്തും ജോലി ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇൻറ്റേർണലായിട്ടുള്ള ന്യൂസുകൾ ഇപ്പോൾ ഓൾറെഡി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചിറങ്ങുന്ന പല നേഴ്സുമാർക്കും ഇപ്പോൾ ജോലി കിട്ടാനൊക്കെ നേരത്തെ അത്ര എളുപ്പമല്ല എന്നുള്ളത്. കുറച്ച് നാൾ ചിലരൊക്കെ 6 മാസവും ചിലർക്ക് 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നേഴ്സിംഗ് ഫീൽഡിൽ പോലും ജോലി കിട്ടുന്നത്. കാരണമെന്ന് പറയുന്നത് നേഴ്സിന് ഇപ്പോൾ ഇത്രയധികം ശമ്പളം കിട്ടും അല്ലെങ്കിൽ ഇത്രയധികം ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി പല ആൾക്കാർ നേഴ്സിംഗ് പഠിക്കുകയും അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സപ്ലൈ ഒത്തിരി കൂടുകയും ചെയ്തു. അത് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നേഴ്സിങ്ങിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഇനി പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ജോലി കിട്ടുന്നില്ല, അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് പുറം ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു റിയാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും വിഷമമുണ്ടായി കാണുമെന്ന് എനിക്കറിയാം. ഇത് കേട്ട ഉടനെ എന്നെ ചീത്ത വിളിക്കുകയൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ റിയലായിട്ട് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നടക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.